നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മഴയുമായി ബന്ധപ്പെട്ട നിരവധി അപ്ഡേഷനുകൾ ഉണ്ടായിരുന്നു. ഇന്ന് മഴയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഉണ്ട്. വടക്കൻ കേരളത്തിൽ ഇന്ന് പരക്കെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് അടക്കം അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഇടത്തരം മഴ കിട്ടും. തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന ദിനാന്തരീക്ഷ അവസ്ഥയാണ് വരുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സമയം നോക്കുകയാണെങ്കിൽ 4 മണിക്കാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ അറിയിപ്പ്. സംസ്ഥാനത്ത് വരും മണിക്കൂറിലും അതിശക്തമായ മഴ തുടരും. ഇന്ന് 4 ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ഉണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം തെക്കൻ ഒഡീഷയിലെ ഗോപാൽപുരിന് സമീപം രാവിലെയോടെ കരയിൽ പ്രവേശിച്ചു. നിലവിൽ തെക്കൻ ഒഡീഷയ്ക്ക് മുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് തുടർന്ന് പടിഞ്ഞാറോട് നീങ്ങി തെക്കൻ ഒഡീഷയും ഛത്തീസ്ഗഡും വഴി നീങ്ങി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. സെപ്റ്റംബർ 30-ന് വടക്കൻ ആൻഡമാൻ കടലിൽ ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടേക്കും. ഇതിന്റെ സ്വാധീനത്തിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലെ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം നേരിയ ഇടത്തരം മഴ പെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഇന്നും നാളെയും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ മഴ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ജില്ലയിൽ നേരിയ മഴയും വടക്കൻ ജില്ലയിലോട്ട് ശക്തമായ മഴയും ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. വടക്കൻ ജില്ലയിലും വലിയ കാര്യമായ മഴയില്ലെങ്കിലും അതിന് തൊട്ട് മുൻപുള്ള ദിവസം തെക്കൻ ജില്ലയിൽ പൂർണ്ണ മഴയായിരുന്നു. മഴക്കെടുതികൾ രൂക്ഷമായിരുന്നു. മാത്രമല്ല, മുഹമ്മദ് റിയാസ് അടക്കം ഉദ്ഘാടനം ചെയ്യാനിരുന്ന റോഡ് പോലും വെള്ളത്തിൽ ഒഴിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ രൂക്ഷമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങൾ തെക്കൻ കേരളത്തിൽ, പ്രധാനമായും തലസ്ഥാന നഗരത്തിൽ ഉണ്ടായത്. തലസ്ഥാന നഗരത്തിൽ തമ്പാനൂരിലൊക്കെ തന്നെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്.